ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് നമുക്കറിയാം നമ്മളൊരു പല സമയത്ത് നമുക്ക് ഫോം ഫില്ല് ചെയ്യേണ്ടി വരും അല്ലേ, പല ടൈപ്പ് ഓഫ് ഫോം. ഇപ്പോൾ ഇത് ആമസോണിൻ്റെ പുതിയൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനുള്ള, ഞാൻ ഇതിൽ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കിവിടെ നേരത്തെ ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ന്യൂ കസ്റ്റമർ സ്റ്റാർട്ട് ഹിയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്കൊരു പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോമാണിത്. അതിൽ എൻ്റെ നെയിം എൻ്റർ ചെയ്യാൻ, മൊബൈൽ കൺട്രി കോഡ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ, ഇമെയിൽ ID, പാസ്വേഡ് ഇതെല്ലാം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷന്. അതേപോലെ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ലോഗിൻ പേജാണ്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. റിക്വസ്റ്റ് OTP ഇതൊരു ബട്ടണാണ്. അതേപോലെ ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഒരു ജിമെയിലിൻ്റെ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ യൂസർ നെയിം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം യൂസർ നെയിം പാസ്വേഡ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫോം, ലോഗിൻ ഫോം, ഇത് നമ്മൾ വിളിക്കൽ ഫോം എന്നാണ്. നമുക്കറിയാം ഒരു കോളേജിൽ സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നു, അവിടെയെല്ലാം നമ്മൾ ഈ ഫോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കറിയാം. ഒരു ഫോം ഫില്ല് ചെയ്യുക, ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ വിഡ്രോവൽ ഫോം ഫില്ല് ചെയ്യുക, അവിടെയെല്ലാം നമ്മൾ ചെയ്യുന്ന എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാറ്റ അങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ ഈ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാറ്റ അങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ എന്താ സ്റ്റെപ്പ് നടക്കുക, എൻ്റെ ബാങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വിഡ്രോവൽ ഫോം ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത എൻ്റെ നെയിമും അല്ലെങ്കിൽ ഞാൻ അവിടെയുള്ള എൻ്റെ അക്കൗണ്ട് നമ്പറും ഇതിൽ ഞാൻ എഴുതിയിട്ടുള്ള അക്കൗണ്ട് നമ്പറും മാച്ചിങ് ആണ് നോക്കും. ശരിക്കും അത് വാലിഡേഷൻ ആണ് നോക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഞാനൊരു ഇമെയിൽ ID കൊടുക്കേണ്ട കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഇമെയിൽ ID തന്നെ ആണോ എന്നുള്ളത് നോക്കും, അത് empty ഫീൽഡ് ആണോ എന്നുള്ളത് നോക്കും. അങ്ങനെ ഇപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വാലിഡേഷൻസ് വരും. അപ്പോൾ ഈ ഫോമിൽ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂവിനെ വാലിഡേറ്റ് ചെയ്യാം. ഇത് ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ യൂസറെ കയ്യിൽ നിന്ന് ഡാറ്റ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, യൂസറെ കൊണ്ട് ഒരു ഡാറ്റ എൻ്റർ ചെയ്യിപ്പിച്ചത് നമ്മൾ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഫോം ഫില്ല് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഫോം ഫില്ല് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ നമ്മൾ വിളിക്കൽ ടെക്സ്റ്റ് ബോക്സ് എന്നാണ്. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാനെല്ലാം പറ്റുന്നതിന് ടെക്സ്റ്റ് ബോക്സ് എന്നാണ് വിളിക്കുക. ഇതിനെ വിളിക്കൽ ചെക്ക് ബോക്സ് എന്നുള്ളതാണ്. അങ്ങനെ ടിക്ക് ഇടാൻ പറ്റുന്നതിനെ ചെക്ക് ബോക്സ് എന്നാണ് വിളിക്കുക. പിന്നെ ഇതിന് ബട്ടൺ എന്നാണ് വിളിക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ കാണിക്കുന്നതിന് ഡ്രോപ്പ് ഡൗൺ എന്നുള്ളതാണ് വിളിക്കുക. ഡ്രോപ്പ് ഡൗൺ ഉള്ളത്, അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നെല്ലാം പറയുന്നത് ഇതിന് താഴോട്ടൊരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കൺട്രോൾസ് ഉണ്ട്, ഫോം കൺട്രോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോം എലമെൻറ്റ്സ് ഉണ്ട്. ഈ ഫോം എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യൂസറുടെ കയ്യിൽ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് വാങ്ങിക്കാനുള്ളതാണ്, സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ഫോം കൺട്രോൾസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് HTML ഫോം എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫോം കൺട്രോൾസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇത് ട്യൂട്ടോറിയൽ പോയിന്റ് എന്നാണ്, ഇത് W3 Schools എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺട്രോൾസ് ഉണ്ട്. അത് നമുക്ക് കുറച്ചെണ്ണം നമുക്കിന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു സിമ്പിൾ ലോഗിൻ ഫോം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? അതിൽ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു യൂസർ നെയിം എൻ്റർ ചെയ്യിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ വേണം. ഒന്നുകിൽ യൂസർ നെയിം എന്ന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെല്ലാം കാണുന്ന പോലെ email/ഫോൺ നമ്പർ, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ആദ്യം കൊടുക്കുന്നത് ഒരു ലേബലാണ് ശരിക്കും അല്ലേ. അതിന് ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ പ്ലെയിൻ ആയിട്ട് കൊടുക്കാൻ പറ്റും യൂസർ നെയിം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ ലേബൽ എന്ന് പറയുന്ന ഒരു കൺട്രോളിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്പാൻ എന്ന് പറയുന്ന കൺട്രോൾ കൊടുക്കാൻ പറ്റും. ഏതിലാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ തൽക്കാലം ഇവിടെ യൂസർ നെയിം എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് ഞാൻ കൊടുക്കുന്നത് ഇതിപ്പം ഈ ലേബൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ജസ്റ്റ് ടെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്. അതിൽ ശരിക്കും ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. ജസ്റ്റ് യൂസർ നെയിം ടെക്സ്റ്റ് മാത്രമേ ഇവിടെ കാണുള്ളൂ. എനിക്കതിൽ യൂസറെ കൊണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യേണ്ടത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കിട്ടും. യൂസർക്ക് ഇത് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സ് കിട്ടും. ഓക്കെ, അപ്പം ഈ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ഇൻപുട്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് പർപ്പസിന് ഉപയോഗിക്കും. ജസ്റ്റ് അത് ഓർത്ത് വെക്കുക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇനി ഇതേപോലെ ഞാൻ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാണ് പാസ്വേഡിന് വേണ്ടിയുള്ളത്. ഞാനിവിടെ ഒരു പാസ്വേഡ് എന്നുള്ളത് കൊടുത്തു. ഞാനിവിടെ ഇതിനെ നെക്സ്റ്റ് ലൈനിലോട്ട് കൊണ്ടുപോകാൻ BR അല്ല ഉപയോഗിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് സാമ്പിളിന് കാണിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം അതിന് ഫ്ലക്സ് ബോക്സും ഗ്രിഡെല്ലാം വെച്ച് കണ്ട് എങ്ങനെ മൾട്ടിപ്പിൾ ലൈൻ ആക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതിനൊരു ഡിവ് വെച്ചിട്ട് റാപ്പ് ചെയ്താൽ മതി. ഇതിനെ ഞാനൊരു ഡിവിൻ്റെ ഉള്ളിലോട്ട് മാറ്റി. ഇതിനെ ഞാനൊരു ഡിവിൻ്റെ ഉള്ളിലോട്ട് മാറ്റുകയാണ്. കാണാൻ അവരോട് യൂസർ നെയിം പാസ്വേഡും. ഇതിൽ ഞാനിവിടെ ജാഫർ എന്നുള്ള യൂസർ നെയിം കൊടുത്തു. പാസ്വേഡ് ഞാനൊരു കീബോർഡ് എന്നുള്ളത് കൊടുത്തു. ഇതിൽ ശരിക്കും ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പാസ്വേഡ് കാണുന്നുണ്ട് അല്ലേ. നോർമലി ശരിക്കും ഇപ്പോൾ ഞാൻ ആമസോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പാസ്വേഡ് എനിക്ക് റീഡ് ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് എന്നുള്ള രീതിയിലാണ് കാണുക. ചിലതിൽ സ്റ്റാർ ആയിരിക്കും, ഇങ്ങനെ കാണാം അല്ലേ. അപ്പം ഇങ്ങനെ വരുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബാക്കിൽ നിന്നിട്ട് ഞാനിപ്പോൾ ഒരു ഓഫീസിൽ നിന്നിട്ട് എൻ്റെ മെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുകയാണ്. അപ്പം മെയിൽ ID എന്തായാലും ഓപ്പൺ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ പാസ്വേഡ് ആർക്കും അറിയാത്തതാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്നിട്ട് ഒരാൾ ഷോൾഡറിൻ്റെ ബാക്കിൽ നിന്നിട്ട് നോക്കിയിട്ട് പാസ്വേഡ് അയാൾക്ക് കാണാൻ പറ്റും, മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പിന്നീട് ഞാനില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അയാൾ സിസ്റ്റത്തിൽ പോയിട്ട് എൻ്റെ മെയിൽ അക്കൗണ്ടും പാസ്വേഡും കൊടുത്തിട്ട് അയാൾക്ക് ലോഗിൻ ചെയ്തിട്ട് എൻ്റെ മെയിൽ കാണാൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ അതിൽ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ശരിക്കും പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇതിനെ പിന്നെ ഹിഡൻ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ HTML കേസിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ് പാസ്വേഡ് എന്നുള്ളതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ വന്നിട്ട് പിന്നെ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് അങ്ങനെ വരുന്നുണ്ട്, ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഡോട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയത് ടെക്സ്റ്റ് ബോക്സ് നോക്കി, അതേപോലെ ടെക്സ്റ്റ് ബോക്സ് ഫോർ പാസ്വേഡും നോക്കി. പിന്നെ എനിക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ലോഗിൻ ഫോം ആണെങ്കിൽ പിന്നെ എനിക്ക് എന്താണ് വേണ്ടി വരിക? എനിക്കൊരു ബട്ടൺ വേണം അല്ലേ. ഈ ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ വേണം. അങ്ങനെ ഈ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. ഓക്കെ, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് വാല്യൂ ഈക്വൽ ടു ലോഗിൻ എന്നുള്ള രീതിയിൽ എനിക്ക് കാണിക്കാൻ പറ്റും. ഇവിടെ ഒരു ബട്ടൺ എനിക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതൊരു ഓപ്ഷനാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്ന് കൊടുക്കുന്നത് ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ബട്ടൺ തന്നെ പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ഉണ്ട്. എന്നിട്ട് അതിന് എനിക്കിവിടെ ഞാൻ ജസ്റ്റ് അനദർ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. സബ്മിറ്റ് എന്നുള്ള പേരിൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇതേപോലെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. രണ്ടും ലുക്ക് ആൻഡ് ഫീൽ നോക്കി എനിക്ക് മനസ്സിലാവും, എക്സാക്ട്ലി സെയിം ലുക്ക് ആൻഡ് ഫീൽ ആണ്. രണ്ട് മെത്തേഡ് ഉണ്ടെന്നേ ഉള്ളൂ, രണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ടും ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് ടെക്സ്റ്റ് ബോക്സ് നോക്കി, ബട്ടൺ നോക്കി, പാസ്വേഡിനുള്ള ടെക്സ്റ്റ് ബോക്സ് നോക്കി. ഇനി എനിക്കൊരു ഓപ്ഷൻ കൂടെ കൊടുക്കണം. പിന്നെ റിമെമ്പർ മീ, ചില സൈറ്റിലെല്ലാം നമുക്ക് കാണാൻ പറ്റും, റിമെമ്പർ മീ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു ലേബൽ കൊടുക്കുകയാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ചെക്ക് ബോക്സ് കിട്ടും. ഇതിന് വേണമെങ്കിൽ ടിക്ക് ഇടാം, ഒഴിവാക്കാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് നോക്കി, പാസ്വേഡ് നോക്കി, ബട്ടൺ നോക്കി, റിമെമ്പർ മീ ഓപ്ഷൻ നോക്കി. ഇതാണ് ശരിക്കും ഒരു നോർമൽ ലോഗിൻ ഫോമിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ.
പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് നമ്മളൊരു രജിസ്ട്രേഷൻ ഫോമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആവശ്യം വരാനുള്ള വേറൊരു കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ നോക്കിയത് ടെക്സ്റ്റ് ബോക്സ് നോക്കി, പാസ്വേഡ് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കി, ബട്ടൺ നോക്കി, പിന്നെ ചെക്ക് ബോക്സ് നോക്കി. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള വേറൊരു സിനാരിയോ ആണ്. ഇപ്പോൾ നമ്മളൊരു ഒരു അഡ്രസ്സ് എല്ലാം എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂസർ നെയിം എൻ്റർ ചെയ്യുന്ന പോലത്തെ ചെറിയൊരു ടെക്സ്റ്റ് ബോക്സ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ അഡ്രസ്സ് ഒന്നും മൾട്ടിപ്പിൾ ലൈനുള്ള അഡ്രസ്സ് ഒന്നും എൻ്റർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മൾട്ടിപ്പിൾ ലൈനുള്ള അഡ്രസ്സെല്ലാം എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അഡ്രസ്സ് എന്നുള്ളത് കൊടുത്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നൊരു കൺട്രോൾ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ എത്ര റോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു അഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാക്സിമം ഒരു 4 റോസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ഒരു 4 റോ എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ ഒരു ടെക്സ്റ്റ് ഏരിയ എനിക്ക് കിട്ടും. പിന്നെ വേണമെങ്കിൽ എനിക്കിതിനെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന വേറൊരു സിനാരിയോ ആണ്, കോമൺ ആയിട്ട് വരുന്നൊരു സിനാരിയോ ആണ്. ഇപ്പോൾ നമ്മളിവിടെ ആമസോണിൻ്റെ കേസിൽ കൺട്രി കോഡിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ഇത് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നാണ് വിളിക്കാം. പിന്നെ അങ്ങനെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എല്ലാം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൊരു കൺട്രോളാണ് സെലക്ട് എന്ന് പറയുന്നത്. സെലക്ട് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ഇവിടെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കേസിൽ നമുക്ക് നോക്കിയാൽ ഒരുപാട് ഓപ്ഷൻസ് ആൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്, ഇപ്പോൾ നമുക്കിവിടെ കേരള, കർണാടക, തമിഴ്നാട് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇങ്ങനെ ഓപ്ഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പം കേരള, കർണാടക രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, ഇവിടെ എനിക്ക് ഇതേപോലെ ഓപ്ഷനായിട്ട് കാണാൻ പറ്റും കേരള, കർണാടക എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യുന്ന രീതിയിൽ ഇത് നമ്മൾ വിളിക്കുക ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അത് HTML കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് കൺട്രോളാണ്. ഓക്കെ, സെലക്റ്റിൻ്റെ ഇടയിൽ ഓപ്ഷനും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിനെല്ലാത്തിനും നമ്മൾ ശരിക്കും ഓരോ വാല്യൂ, ഇത് ശരിക്കും യൂസർക്ക് വായിക്കാൻ പറ്റുന്ന അതാണ് കർണാടക. ചിലപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ഷോർട്ട് കട്ട്, അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്നുള്ള രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് KN ആയിരിക്കും. അതേപോലെ ചിലപ്പം ഇവിടെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക KL എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെ കാണിക്കുന്ന ഡിസ്പ്ലേക്ക് കാണിക്കുന്നതും ഇന്റേണലി ഉപയോഗിക്കുന്നതും തമ്മിൽ രണ്ടെണ്ണമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഇവിടെ കാണിക്കുന്നത് തന്നെ ഇപ്പുറത്ത് ഉപയോഗിക്കണം എന്നില്ല. ഇപ്പം വാല്യൂ ചിലപ്പോൾ നമ്മൾ രണ്ടും സെയിം ആയിട്ടിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതന്നെ ഇവിടെയും കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. മിക്കവാറും സമയത്ത് നമുക്ക് യൂസർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലോങ് ആയിട്ടുള്ള നെയിം എന്തെങ്കിലും കാണിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ പിന്നെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്റേണൽ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക പിന്നെ നമ്മളെ ഒരു ഷോർട്ട് നെയിമോ അല്ലെങ്കിൽ ID ഒക്കെ ആയിരിക്കും നമ്മളിവിടെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഡിസ്പ്ലേക്ക് കാണിക്കും ഇന്റേണലി. അത് ശരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നത് KL എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ വരുന്ന കാണിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളതേ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതാണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. പിന്നെ നമുക്ക് വരുന്ന വേറൊരു ഓപ്ഷൻ, ഇപ്പോൾ നമുക്കിവിടെ ഞാനിപ്പോൾ ഒരു ലേബലിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഇത് ജെൻഡറെല്ലാം കാണിക്കുകയാണ്. ജെൻഡറിൻ്റെ കേസിൽ നമുക്കറിയാം ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, അങ്ങനെ ഒരു ഓപ്ഷനാണ് നമുക്ക് പൊതുവെ ഉണ്ടാവുക. അപ്പോൾ എനിക്കതിന് കൊടുക്കാൻ അത് നമ്മൾ ആ കൺട്രോളിനെ വിളിക്കുന്ന പേര് റേഡിയോ ബട്ടൺ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റ് എ ടൈം സെലക്ട് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത് ഇൻപുട്ട് IP = റേഡിയോ. എന്നിട്ട് നമുക്കിവിടെ ഒരു ID എന്നുള്ള രീതിയിൽ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും. അത് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ,
നെയിം ഈക്വൽ ടു ജെൻഡർ. വാല്യൂ ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്താണ് ഡിസ്പ്ലേയിൽ കാണിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫീമെയിൽ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫീമെയിൽ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എത്ര എണ്ണം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായി, പിന്നെ ഒരു സ്ക്രീൻ ഞാൻ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കി ഞാൻ മനസ്സിലാക്കി, ജെൻഡർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ കൊടുക്കണം. എന്തിനു വേണ്ടിയുള്ളതാണ് ഈ റേഡിയോ എന്നുള്ളത്. ഫീമെയിൽ, മെയിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ജെൻഡർ എന്നുള്ളതിന് നമുക്ക് ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ. അപ്പോൾ ഒന്നുകിൽ ഫീമെയിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ മെയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സെലക്ഷൻ പോയി. ഇനി ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സെലക്ഷൻ പോയി. ഇങ്ങനെ ഇപ്പോൾ ഈ റിമെമ്പർ മീൻ്റെ കേസിൽ അങ്ങനെയല്ല. റിമെമ്പർ മീ നമുക്ക് ഇവിടെ ടിക്ക് ഇടാൻ പറ്റും. ഇനി എനിക്ക് റിമെമ്പർ മീൻ്റെ കൂടെ ഞാൻ വേറൊരു ഒരു ചെക്ക് ബോക്സും കൂടെ ഞാനിവിടെ കൊടുക്കുകയാണ്. OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്നുള്ളത് ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറ്റ് എ ടൈം രണ്ടും ടിക്ക് ഇടാൻ പറ്റും. രണ്ടിലും രണ്ട് രീതിയിൽ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എനിക്ക് അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയോ ബട്ടൺ എന്നുള്ളത്. ഇത് ചെക്ക് ബോക്സ്, ഇത് റേഡിയോ ബട്ടൺ. അപ്പോൾ ഇവിടെ ശരിക്കും റേഡിയോ ബട്ടണിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ രണ്ടിനും ഒരേ നെയിം കൊടുക്കണം. ജെൻഡറിൻ്റെ പർപ്പസിന് വേണ്ടിയാണ്, ജെൻഡറിൻ്റെ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ഈ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഈ ഒരേ നെയിം തന്നെ രണ്ടിടത്തും കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് പകരം ഇവിടെ ജെൻഡറും ഇപ്പുറത്ത് വന്നുകൊണ്ട് ജെൻഡർ 1 എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാതായിട്ട് മാറും. അറ്റ് എ ടൈം നമുക്ക് രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് മാറും. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റേഡിയോ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നെയിം കോമൺ ആയിരിക്കണം. ഒരു പർപ്പസിന് വേണ്ടി എത്ര റേഡിയോ ബട്ടൺ വേണമെങ്കിലും ആവാം, പക്ഷെ അതിൻ്റെ എല്ലാത്തിനും നെയിം കോമൺ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സ് നോക്കി, പാസ്വേഡിൻ്റെ നോക്കി, ബട്ടൺ നോക്കി, ചെക്ക് ബോക്സ് നോക്കി, റേഡിയോ ബട്ടൺ നോക്കി, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നോക്കി, ടെക്സ്റ്റ് ഏരിയ നോക്കി. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഫോം കൺട്രോൾസ് അല്ലെങ്കിൽ ഇൻപുട്ട് കൺട്രോൾസ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്ക് വലിയൊരു ഫോമാണ് പേഴ്സണൽ ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മൾ ബാങ്കിലൊരു പുതിയ അക്കൗണ്ട് എല്ലാം ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആദ്യത്തെ കുറേ എണ്ണം പേഴ്സണൽ ഇൻഫർമേഷന്, വേറെ കുറേ എണ്ണം ചിലപ്പോൾ നമ്മളെ ഫിനാൻസ് ഇൻഫർമേഷന്, പാൻ കാർഡിൻ്റെ ഇൻഫർമേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷന്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്, അങ്ങനെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, അങ്ങനെ ഡിഫറെൻ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഇതിൽ നമുക്കിങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫീൽഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ. ഈ ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതുകൊണ്ട് ഇമ്പാക്റ്റ് ഒന്നുമില്ല, അതിനൊരു ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം എനിക്ക് ഈ യൂസർ നെയിം, പാസ്വേഡ്, സബ്മിറ്റ് ബട്ടൺ വരെയാണുള്ള ഇത്രയും പോർഷൻ ഉള്ളത്. എനിക്ക് ഇത് ഇതിന് വേണ്ടിയുള്ളതാണെങ്കിൽ, ഇപ്പം ലോഗിന് വേണ്ടിയുള്ള പർപ്പസിനാണെങ്കിൽ എനിക്ക് ചെയ്യാം, ഫീൽഡ് സെറ്റ് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഗ്രൂപ്പായിട്ട് മാറി. ഓക്കെ. പിന്നെ ഇതിപ്പം ഈ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യാം, വേറെ ഗ്രൂപ്പാക്കിയിട്ട് മാറ്റി ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫീൽഡ് സെറ്റ് എന്നുള്ളത് നമുക്ക് കുറച്ചെണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്ത് കണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാക്കിയിട്ട് നിർത്താനും, പേഴ്സണൽ ഇൻഫർമേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്, പ്രോജക്റ്റ് എക്സ്പീരിയൻസ്, അങ്ങനെ ഉള്ള ഹോബീസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ഫീൽഡ് സെറ്റ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഫോമിൻ്റെ കേസിൽ നമ്മൾ ഈ ഫോമെല്ലാം ശരിക്കും നമ്മൾ പൊതുവേ ഇങ്ങനെ ഫോം കൺട്രോൾസ് എല്ലാം നമ്മളൊരു ഫോം എന്ന് പറയുന്ന ഒരു ടാഗിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ. ഈ ഫോം ടാഗിൻ്റെ ഉള്ളിൽ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഫോം ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതെല്ലാം കൂടെ
മെർജ് ചെയ്യുക അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുക, റാപ്പ് ചെയ്യുക. ഇത് നമ്മൾ പിന്നീട് ഫോം ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പിന്നീട് നമ്മൾ നോക്കും. അപ്പോൾ ഇതിൽ ഈ ഫോം ടാഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഫോം ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു URL കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ നമുക്കൊരു URL കൊടുക്കാൻ പറ്റും. https keyboard.com/contactus അങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു URL നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ശരിക്കും നമ്മൾ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഈ ഒരു URLക്കാണ് ഡാറ്റനെ പോസ്റ്റ് ചെയ്യുക, അങ്ങോട്ടാണ് ഡാറ്റ സബ്മിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയുള്ള URL ആണ് നമ്മൾ ഇവിടെ കൊടുക്കുക. അത് നമ്മൾ പിന്നീട് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഫോം കൺട്രോൾ എന്നുള്ളത് പ്രത്യേകിച്ച് കൊടുത്തുകൊണ്ട് UI പ്രത്യേകിച്ച് യാതൊരു മാറ്റം വരുന്നില്ല. ഫോം കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ള URL എല്ലാം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണത്. ഓക്കെ, അങ്ങനെ നമുക്ക് URL കൊടുക്കാൻ പറ്റും. മെത്തേഡ് പോസ്റ്റ്, അത് എങ്ങനെ ഡാറ്റ ഇവിടെ നിന്നുള്ള ഡാറ്റനെ ഈ കൊടുക്കുന്ന URLക്ക് ഡാറ്റ എന്ത് മെത്തേഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് നോക്കാനാണ് ഈ മെത്തേഡ് തന്നെ കൊടുക്കുന്നത്. അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഈ ഫോമിൻ്റെ ഡിസൈൻ പാർട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് കൺട്രോൾസ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം നിങ്ങൾക്ക് ഇത് നമ്മൾ ജസ്റ്റ് ഡിവ് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ കുറച്ചെണ്ണം റൈറ്റ് സൈഡിൽ കുറച്ചെണ്ണം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഫ്ലക്സ് ബോക്സ് വെച്ച് ഒരു റോയിൽ 2 കോളംസ് ആക്കി അതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ കുറച്ചെണ്ണം അപ്പുറത്തെ സൈഡിൽ കുറച്ചെണ്ണം അല്ല നിങ്ങൾക്ക് അറിയാം, അല്ല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതെല്ലാം നിങ്ങൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോംസ് ഡിസൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീലും കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പിന്നീട് പഠിക്കും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് എന്തെല്ലാം വരുന്ന സമയത്ത് നമ്മൾ കവർ ചെയ്യും. ഓക്കെ.